31/8 ഡേറ്റ് ഇട്ടിരിക്കുന്നത്. 31/8 ഇയറാ? ഇയർ 2021. കൊള്ളാം. വ്യവസായ വകുപ്പിൽ നിന്ന് 2021 CM-ന് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ 2024 ലാസ്റ്റില് വിളിക്കുന്നു. കൊള്ളാം മാഡം. സാറേ എനിക്കിപ്പം കിട്ടി. ഇപ്പൊ കിട്ടി. എന്നാലും ഒന്ന് ആലോചിച്ച് ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം മാഡം. ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി 2021 കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ ലേല നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. 2024 ആയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യവസായ വകുപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത ആ പരാതിയുടെ അന്വേഷണം ആരംഭിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്താണെന്ന് കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. ജപ്തി നടപടികൾ ഒഴിവാക്കാൻ കശുവണ്ടി വ്യവസായി 2021 മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ 2024 വ്യവസായ വകുപ്പിന്റെ അന്വേഷണം. നിലവിൽ കശുവണ്ടി വ്യവസായി പെരുവഴിയിലാണ്. കേരളപുരം സ്വദേശി ജയചന്ദ്രൻ 2002 കശുവണ്ടി വ്യവസായം ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കശുവണ്ടി പരിപ്പ് ഗ്രേഡ് തിരിച്ച് അന്യസംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു ജയചന്ദ്രൻ. 2013 ബിസിനസ് വളർത്തുന്നതിന്റെ ഭാഗമായി കാനറ ബാങ്കിന്റെ കൊല്ലം ആനന്ദവല്ലീശ്വരം ശാഖയിൽ നിന്നും 1,05,00,000 രൂപ വായ്പയെടുത്തു. 2020 വരെ കൃത്യമായി ലോൺ തിരികെ അടയ്ക്കുകയും ചെയ്തു. കോവിഡ് കാലഘട്ടം വന്നതോടെ 70 ലക്ഷത്തോളം രൂപയുടെ കശുവണ്ടി പരിപ്പുകൾ നശിച്ചുപോയി. ഇതോടെ വായ്പാ തിരിച്ചടവും മുടങ്ങി. ബാങ്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങി. ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനും വ്യവസായം പുനരാരംഭിക്കുന്നതിനും വേണ്ടിയാണ് ജയചന്ദ്രൻ 2021 മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇതോടെ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിക്കുകയും നിലവിൽ ജയചന്ദ്രന്റെ 2 വീടുകളും വസ്തുവും ഫാക്ടറിയും ലേലത്തിൽ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. 2024 നവംബർ മാസം അവസാനമായതോടെ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിന്മേൽ വ്യവസായ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. വ്യവസായ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥ ജയചന്ദ്രനെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. അതെ, വ്യവസായ ഓഫീസിൽ നിന്ന് വിളിക്കുക സാർ. സാർ ഒരു CMO പോർട്ടലിൽ ഒരു പരാതി കൊടുത്തായിരുന്നല്ലോ. കൊടുത്തായിരുന്നേ. എന്നാ കൊടുത്തേക്കുന്നേ? പരാതി ഞാൻ CM-ന് നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോ അവൻ എന്നാ ഡേറ്റ് മേഡം ഒന്ന് പറഞ്ഞേ. പരാതി കണ്ടോണ്ടായിരിക്കുമല്ലോ വിളിക്കുന്നേ. ആ ഡേറ്റ് എന്നാന്ന് നോക്കട്ടെ. ഡേറ്റ് സാർ എഴുതിയിട്ടില്ലല്ലോ. ഡേറ്റ് ബ്ലാങ്ക് ആയി കിടക്കുക. അതെങ്ങനെ ഡേറ്റ് ബ്ലാങ്ക് ആവുന്നേ? നിങ്ങൾക്ക് അവിടെ പരാതി വരുമ്പോ ഒരു ഡേറ്റ് കിട്ടത്തില്ലയോ? ഡേറ്റ് ഇല്ലാതെ എങ്ങനെയാ? അത് കിട്ടിയത് എക്സാമിൽ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന എനിക്ക് ഇന്നാ കിട്ടിയത് സാറേ. അതെങ്ങനെ ഇപ്പം കിട്ടിയപ്പോ ഞാൻ വിളിച്ചതാ. ഇത് 15/9 31/8 ഡേറ്റ് ഇട്ടിരിക്കുന്നത്. 31/8 ഇയറാ? ഇയർ 2021. കൊള്ളാം. വ്യവസായ വകുപ്പിൽ നിന്ന് 2021 CM-ന് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ 2024 ലാസ്റ്റില് വിളിക്കുന്നു. കൊള്ളാം മാഡം. സാറേ എനിക്കിപ്പം കിട്ടി. ഇപ്പൊ കിട്ടി. എന്നാലും ഒന്ന് ആലോചിച്ച് ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം മാഡം. ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ല, ഒരാൾ ഒരു 21 പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ആ മന്ത്രിസഭ മാറിപ്പോയി അടുത്ത മന്ത്രിമാർ വന്നാൽ പോലും ഈ പരാതി കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ വലിയ മോശമാ. ഭയങ്കര മോശമാ ഇതൊക്കെ. നിങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ സാലറി ഒക്കെ തരുന്ന എന്തിനാ എനിക്കറിയാൻ വയ്യ. സാർ ഇത് എവിടെ ക്യാഷ് കമ്പനി ഒന്ന് പറയാമോ? അതങ്ങ് ഇപ്പൊ പറയുന്നത് എന്തിനാ? ഇപ്പൊ നിങ്ങളത് ഇനി കണ്ടുപിടിക്കും. ഞാൻ എന്തിനാ ഇനി പറയുന്നത്? ഇത്ര നാള് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുന്നത്, ഈ വ്യവസായിയുടെ മരണവും കഴിഞ്ഞ് 16 അടിയന്തരം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോ അതിന്റെ ഒരു ചടങ്ങും കഴിയുമ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്. ശരി, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഓക്കെ സാർ ഒന്ന് പറയാമോ? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക മാഡം. സാർ ഇത്ര സംസാരിച്ച് ഒന്ന് പറഞ്ഞേരോ യൂണിറ്റ് എവിടാന്ന്? അല്ല, യൂണിറ്റ് എവിടാന്ന് പറഞ്ഞത് എന്താ കാര്യം പറ മാഡം. വരാനാ സാറ്?
കേരളത്തിൽ വ്യവസായികൾ കുറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണെന്നും മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ അവസരം നൽകണമെന്നും ജപ്തി നടപടികൾ ഒഴിവാക്കി വ്യവസായം പുനരാരംഭിക്കുവാൻ തന്നെ സഹായിക്കണമെന്നുമാണ് ജയചന്ദ്രൻ പറയുന്നത്. എൻ്റെ പേര് ജയചന്ദ്രനാണ്. എൻ്റെ കമ്പനിയുടെ പേര് ആദിത്യ കാഷ്യൂ, കേരളപുരം, കൊല്ലം കേരളപുരം. ഞാൻ ഈ വ്യവസായം എന്ന് പറഞ്ഞാൽ ഒരു 17-18 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാനറ ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുകയും കാനറ ബാങ്ക് കൊല്ലം ആനന്ദവല്ലീശ്വരം ബ്രാഞ്ചിൽ നിന്ന് ലോൺ എടുക്കുകയും പിന്നെ വീണ്ടും നല്ല രീതി ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുകയാണ്. ഞാൻ അണ്ടി വാങ്ങിച്ച് തമിഴ്നാട്ടിൽ നിന്ന് അണ്ടി വാങ്ങിച്ച് അവിടെ പ്രോസസ്സ് ചെയ്ത് കൊല്ലത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഫാക്ടറി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അതിൻ്റെ ഗ്രേഡ് തരംതിരിച്ച് ഞാൻ ബോംബെ, പൂനെ, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഞാൻ പരിപ്പ് കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. എനിക്ക് പിന്നെ കോവിഡ് വന്ന സമയത്ത് ഞാൻ വെളിയിലോട്ട് അയച്ച പരിപ്പിൻ്റെ പേയ്മെൻറ്റുകളെല്ലാം ബ്ലോക്കായി. 2-3 മാസം എല്ലാം ബ്ലോക്കായപ്പം എനിക്ക് എൻ്റെ ഇവിടെ ഇരുന്ന സ്റ്റോക്കും എല്ലാം ബ്ലോക്കായി. ഒരു 10-77 ലക്ഷം രൂപ പുറത്ത് കാണും. ഞാൻ കറക്റ്റ് കണക്ക് പോലും അറിയാൻ വയ്യ. ഇപ്പോൾ അതിൻ്റെ കണക്കെല്ലാം എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. കൊല്ലത്ത് ഞാൻ കോടതിയിലൊക്കെ കേസ് കൊടുത്തേ, പക്ഷേ അതൊന്നും എനിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയൊക്കെ അടയ്ക്കാൻ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം നിർത്തി വെച്ച്. ബാക്കി എനിക്ക് പേയ്മെൻറ്റ് തരാനായാലും ഇവിടെ ഇരിക്കുന്നത് എല്ലാം നിന്നുപോയി. എന്നിട്ട് ഞാൻ ബാങ്കിനെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പലിശ കൊടുത്ത് പലിശ മാക്സിമം അടച്ചടച്ച് വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റാതായി. അതായത് പിന്നെ ബന്ധുക്കാരെ സഹായിക്കുകയും സുഹൃത്തുക്കളെ സഹായിക്കുകയും എല്ലാം ചെയ്ത് നടത്തിക്കൊണ്ട് പോയിട്ട് എനിക്ക് ഒട്ടും പറ്റാത്ത രീതിയായപ്പം ഞാൻ ബാങ്കിനെ സമീപിച്ചിട്ട് എനിക്ക് ഫണ്ട് വേണം, ഇതൊക്കെ റീസ്ട്രക്ചർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് അവർ യാതൊരു കാരണവശാലും ഒരു മാനുഷിക പരിഗണന പോലും കാണിക്കാതെ ഇരുന്നേ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, മുഖ്യമന്ത്രിയുടെ പരാതിയാണ് ഞാൻ ഇവിടെ പോയി തിരക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടാണ് ഞാൻ 2021 പരാതി കൊടുത്ത് അന്വേഷണം, അതായത് എൻ്റെ വീട് പൂട്ടിക്കൊണ്ട് പോയി ഞാൻ നടുറോഡിൽ നിൽക്കുമ്പോൾ വ്യവസായ വകുപ്പിൽ നിന്ന് 2024 നവംബർ ലാസ്റ്റ് എന്നെ വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കെ. ആ സമയത്ത് ഞാൻ അവിടെ തമിഴ്നാട്ടിൽ നിന്നപ്പോൾ എന്നെ വിളിക്കുക, ഞാൻ വണ്ടി ഓടി. ഞാൻ വന്നിട്ട് അതിനകത്ത് പിന്നെ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്, ഞാൻ പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ വേണം ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന്. അപ്പോൾ ഇത്രയും നാൾ വിളിക്കാത്ത ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ മന്ത്രിയൊക്കെ ഇത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇത്രയും ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചാൽ ഓരോ ഫയലും ഓരോ ജീവിതമെന്നാണ്. എൻ്റെ കണക്ക് ജയചന്ദ്രന്മാർ ഇനി ഉണ്ടാവാൻ പാടില്ല. എനിക്ക് സാവകാശം തരണം. സാവകാശം എന്നാൽ എനിക്കിത് പോയി പൂട്ടിയിരിക്കുന്നത് തുറന്നു തരണം. എനിക്കിവിടെ ഞാൻ തമിഴ്നാട്ടിൽ എനിക്കിത് പിന്നെ ക്രെഡിറ്റ് തരാനൊക്കെ ആൾക്കാർ ഉണ്ട്, എന്നെ സഹായിക്കാനൊക്കെ. പക്ഷേ നമ്മളെ കയ്യിൽ കുറച്ചെങ്കിലും ഫണ്ട് വേണം. ആ ഫണ്ട് ഗവൺമെൻറ് അല്ല ബാങ്കുമായിട്ട് ഇടപെട്ട് എനിക്ക് എന്തെങ്കിലും ഒരു രീതി തരികയാണെങ്കിൽ തിരിച്ച് ഞാൻ ഇതേ സ്ഥാപനം ഓപ്പൺ ചെയ്ത് വീഡിയോ സഹിതം ഞാൻ മുഖ്യമന്ത്രിയുടെ ആരെ മുമ്പിൽ വേണം കൊണ്ട് കാണിക്കാം. നിങ്ങൾ കാണിച്ചു എനിക്ക് തിരിച്ച് ഇവിടെ നാട്ടിൽ നിൽക്കത്തക്ക രീതിയിൽ ഒരു സഹായം ചെയ്തു തരണം. എനിക്ക് അത് കണക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി എനിക്ക് നേരിട്ട് കാണാൻ എൻ്റെ ഈ വിഷമം നേരിട്ട് അറിയിക്കാൻ ഒരു അവസരം എനിക്ക് ഒപ്പിച്ച് തരികയാണെങ്കിൽ ഈ ചാനൽ വഴി എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യ പ്രവൃത്തിയായിരിക്കും. എന്നെ നേരിട്ടൊന്ന് കണ്ട് എൻ്റെ ഒരു സങ്കടം ഒന്ന് ബോധിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഒപ്പിച്ചു തരണം. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോഴാണ് അതേ മുഖ്യമന്ത്രിക്ക് 2021 നൽകിയ അപേക്ഷയിൽ 2024 അന്വേഷണം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.